ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്നെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എൻ്റെ മേക്കപ്പ് കരിയറിൽ. കാരണം എൻ്റെ കോഴ്സിലെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് ആകുമ്പോൾ പ്രത്യേകിച്ചൊരു തീമൊന്നും അവർ നമ്മുടെ അടുത്ത് പറയില്ല. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് അമ്മു ചേച്ചീനെ കൊണ്ടുപോയത് അതൊരു മെഡ്ഗാളയായിരുന്നു തീം. അതിന് മുന്നേ ദീപ ചേച്ചിനെ കൊണ്ടുപോയത് ബ്യൂട്ടി ലുക്കായിരുന്നു. അതിന് മുന്നേ ഒരു ബ്രോൺസ് ബ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ ഒരു മേക്കപ്പ് കോഴ്സിലെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. അതിനവർ തീം പറയില്ല. അവർ പറയുന്നത് നമ്മുടെ സിഗ്നേച്ചർ സ്റ്റൈല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചർ സ്റ്റൈലിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേതാണെന്നുള്ളതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മേക്കപ്പ് കോഴ്സിലെ ലാസ്റ്റ് ഫോട്ടോഷൂട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു തവണ. കഴിഞ്ഞൊരു തവണ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ ടെൻഷനല്ല, നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുറച്ചായിട്ട് വ്ളോഗ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അധികം ഞാൻ ജോലിക്ക് പോവുക അല്ലെങ്കിൽ ക്ലാസ്സിന് പോവുക എന്നൊക്കെ വരുമ്പോൾ ഞാൻ ആ ദിവസം രാവിലെയാണ് എൻ്റെ കാര്യങ്ങളും ബാഗും എല്ലാം പാക്ക് ചെയ്യാറ്. കുറേ ലേറ്റ് ആവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് പതിവിൽ വിപരീതമായി. ഞാൻ ഇന്നലെ രാത്രി തന്നെ എൻ്റെ ഫുൾ മേക്കപ്പ് ഐറ്റംസ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മറന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 1:15 എൻ്റെ മേക്കപ്പ് ക്ലാസ്സിലെത്തേണ്ടത്. 1:15 to 2 മണിയാണ് നമുക്ക് ഹെയർ മേക്കപ്പ് ചെയ്യാനും പിന്നെ സ്കിൻ പ്രപ്പ് ചെയ്തെടുക്കാനും ഒക്കെ ഉള്ള ടൈം. 2 മണി to 3:30 നമുക്ക് മേക്കപ്പിനുള്ള ടൈം, അതായത് 90 minutes. അത് കഴിഞ്ഞ് 90 minutes അല്ലല്ലോ, 3:15 കേട്ടോ, അതാണ് 90 minutes. അപ്പോൾ 3:15 വരെയാണ് നമുക്കുള്ള ടൈം. അത് കഴിഞ്ഞ് 5 മണി വരെ ഓരോരോ ആൾക്കാരെ മോഡൽസിനെ മാറി ഫോട്ടോഷൂട്ട് ചെയ്യും. ഫോട്ടോഗ്രാഫർ പുറത്തുനിന്ന് വരുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അവർ കുറേ ഫോട്ടോസ് എടുക്കും. അതിൽ ഒരൊറ്റ ഫോട്ടോ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇന്നലെ രാത്രി തന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:45. അപ്പോഴേക്ക് ഞാൻ കുളി കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. വിശേഷങ്ങളൊക്കെ പറയാം. ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി സമയം കളയണ്ട. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് എനിക്ക്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രസനം. ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മേക്കപ്പ് ബ്രഷ് എല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണടയാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകിയെന്ന് മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ദീപ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളെല്ലാവരും അമ്മു ചേച്ചിയുടെ അവിടെയായിരുന്നു. അപ്പോൾ ദീപ ചേച്ചി ഞാനും കൂടെ നമ്മുടെ മേക്കപ്പ് ബ്രഷസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ വരുന്നത് എൻ്റെ പേഴ്സണൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതായത് ചില പ്രൊഡക്ട്സ് കിറ്റിലില്ലാത്തത് ഞാൻ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ എൻ്റെ പേഴ്സണൽ പ്രൊഡക്റ്റ് നന്നായി ക്ലീൻ ചെയ്ത് ആൽക്കഹോൾ വൈപ്സ് ഒക്കെ വെച്ച് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ബാഗിൽ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പവർ ബാങ്ക് ഉണ്ട്. പിന്നെ എൻ്റെ മോഡലിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ മുകളിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാഗിലിരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഇതിൽ നമ്മളെപ്പോഴും ക്ലാസ്സിന് കൊണ്ടുപോകുന്ന കുറേ ഷെയ്ഡ്സ്, ഫൗണ്ടേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ബാഗിലിരിക്കുന്നത്. ഇത് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേയും കാര്യങ്ങളും, പിന്നെ എൻ്റെ സ്ട്രൈറ്റ്നറും എൻ്റെ എന്താ പറയുക, പേര് മറന്നുപോയി, മനസ്സിലായാലും നിങ്ങൾക്ക് എന്താണെന്ന്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ബാഗ് ഇന്ന് എനിക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടാവും. ഒന്നും കൂടെ ഒന്ന് ചെക്ക് ലിസ്റ്റ് നോക്കണം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കിടിലൻ മേക്കപ്പാണ് ഇന്ന്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പം ഞാനും വിഷ്ണുവും കൂടെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോവുകയാണ്. കാരണം എൻ്റെ മേക്കപ്പ് ലുക്കിന് കുറച്ച് റോസസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ആൽബർട്ടൈനിൽ കിട്ടുമല്ലോ എന്നുള്ളത് പോയി നോക്കാം അല്ലേ. ഇന്ന് തൊട്ട് നെതർലാൻഡ്സിൽ വീണ്ടും നല്ല വെതറായിരിക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 27 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. ഞാൻ നാട്ടിലെ വെതറിനായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്, ഇവിടുത്തെ ഒരവസ്ഥയിലാണ് പറയുന്നത്. കാരണം സമ്മറായിട്ടും നമുക്കധികം വെയിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു കഴിഞ്ഞൊരു 3 ആഴ്ചയോളം. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരു 1-1.5 ആഴ്ച നല്ല വെയിൽ കാണിക്കുന്നുണ്ട്. 27 ഡിഗ്രി 28 ഡിഗ്രി ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ബാർബിക്യൂ പ്ലാൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ആൽബർട്ടൈനിൽ നിന്ന് റോസസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് എന്തായാലും നമുക്ക് കിട്ടും. ഫുൾ നമ്മളൊരു ചെറിയൊരു ലോവർ ബൺ ചെയ്തിട്ട് ചെറുതായിട്ട് ബാക്കിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് റോസസ് ഇങ്ങനെ വെക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. റെഡ് റോസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തലയിൽ കൂടെ ഒരു ചെറിയ
ഷോൾ എന്നല്ലോ പറയാ, ദുപ്പട്ട ഇടണമെന്നും കൂടെ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ദുപ്പട്ടയുടെ കളർ റെഡാണ്. അപ്പോൾ റെഡ് റോസസ് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. ഇത്രയും എക്സ്പ്ലനേഷൻ ഞാൻ തന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ത് ലുക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണേന്നുള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം വേറെ ഏതെങ്കിലും റെഡിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന റോസസ് കിട്ടുമോ എന്നുള്ളത്. ഇപ്പം എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു കളർ തോന്നുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പൂക്കൾക്ക്. പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് റോസസ് ആയിരുന്നു വേണ്ടത്. റോസസ് ഇവരൊരു ചെറിയ മൂലക്കിൽ ചെറുതായിട്ട് ഒരു ചെറിയ ഭാഗത്ത് കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ നമ്മൾ പോയി. ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ ഒരു റോസ് എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷേ കുറച്ച് വലിയ റോസ് ആയത് കാരണം തലയിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മളിത് ഈ ഒരു റോസാണ് വാങ്ങിയത്. ഇതും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല എങ്ങനെയാണ് നമ്മൾ മുടിയിൽ വെക്കാൻ പോണേന്നുള്ളത്. പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോസ് എടുത്ത് നമുക്കിനി വീട്ടിൽ പോവാം. നമുക്ക് പോകുന്നതിൻ്റെ മുന്നേ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സാധനം തട്ടിക്കൂട്ടുകയാണ് കേട്ടോ. പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടവുമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സാറ്റർഡേ വിഷ്ണുവാണ് ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ലഞ്ച് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു ജഗടയിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ മുകളിൽ രാവിലെ നീട്ടിട്ട് വിഷ്ണു കുക്ക് ചെയ്തില്ല, ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ തമ്മിൽ അടിയുള്ളപ്പോൾ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ അടിയിലാണെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കില്ല എന്നുള്ളത്. എപ്പോഴും കൊടുക്കുകയൊന്നുമില്ല, പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കുള്ള പോഷണം കൂടെ ഉണ്ടാക്കി വെക്കും, മൈൻഡ് ചെയ്യൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിഷ്ണുവിനുള്ള പുട്ടും പഴം മുഴുകിയതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ടൈമർ വെച്ചത് അലക്സ ഓർമ്മിപ്പിച്ചത്. ഓക്കെ. വിഷു ഓണമൊക്കെ അധികം വെക്കേഷൻസിൽ വരുന്നുണ്ട്. ഞാൻ അധികം ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ എന്നും വിഷുവിനും ഓണത്തിനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടായിരിക്കുക ഈ ഒരു പുട്ട് പഴം പപ്പടമായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പുട്ടും പഴം പപ്പടവും ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ബ്രഷസ് ഒക്കെ എടുത്ത് വെച്ച് ഒന്നും കൂടെ കൺഫേം ചെയ്യാണ് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചില്ലേ എന്നുള്ളത്. കുറച്ചധികം ലഗേജ് ഉണ്ട് കേട്ടോ. കാരണം ഹെയർ ആക്സസറീസും നമ്മുടെ പേഴ്സണൽ മേക്കപ്പും എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നില്ലേ. അപ്പോൾ വിഷ്ണു പറഞ്ഞു വിഷ്ണു തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് അടുത്തോട്ടുള്ള സ്ഥലത്തോട്ട് ആക്കി തരാമെന്ന്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടഫായി പോകും ഈ 3 ബാഗും എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗോ. വിഷ്ണു എന്നെ ആംസ്റ്റർഡാം റായിലോട്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ട് റായ്. അവിടുന്ന് എനിക്ക് ഒരൊറ്റ മെട്രോ എടുത്താൽ നേരെ റോക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. അവിടുന്ന് ഒരു 6 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ക്ലാസ് എത്തും. നല്ല വെളിച്ചമുള്ളൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡും എന്ത് അടിപൊളിയാവുമെന്ന് അറിയോ. ഇന്ന് പുറത്തിറങ്ങി നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ക്ലാസ്സിൽ പോണത്. ഇന്ന് എൻ്റെ ഇപ്പം മോഡലായിട്ട് ജോയിൻ ചെയ്യുന്നത് അമിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ എവിടെയോ ഒരു ചെറുതായിട്ട് അമീനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അൻഷിഫനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അൻഷിഫയുടെ ക്ലോസ് ഫ്രണ്ടാണ് അമി. അപ്പോൾ അൻഷിഫ വഴിയാണ് ഞാൻ അമീനെ പരിചയപ്പെടുന്നത്. അമീനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അമിയുടെ ഫീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഗുഡാണ്. അപ്പോൾ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു കൊച്ചാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേക്കപ്പ് ക്ലാസ്സിന് അമീനൊപ്പം കൂട്ടണം അമ്മിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിന് വേണ്ടൊരു സാഹചര്യം ഇങ്ങോട്ട് ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു മേക്കപ്പ് ക്ലാസ് വന്നത്, ഈ ഒരു ഫോട്ടോഷൂട്ട് വന്നത്. ഈ ഒരു ഫോട്ടോഷൂട്ട് ഫൈനൽ ഫോട്ടോഷൂട്ട് ആകുകൊണ്ട് തന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് 30 വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം നമ്മുടെ മോഡൽ. മുഖത്ത് പിയേഴ്സിംഗ് ഒന്നും പാടില്ല, കഴുത്തിലും മുഖത്തും ഒന്നും ടാറ്റൂയിങ് ഒന്നും പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആഷിഫ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അൻഷിഫേനെ കൊണ്ടുപോകണോ അതോ അമീനെ ഒപ്പം കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അൻഷിഫ ഡേറ്റിന് കുറച്ച് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അൻഷിഫ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ അമ്മി എൻ്റെ ഒപ്പം പ്രാക്ടീസ് സെഷന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മിയുടെ ഞാൻ ചെയ്തൊരു ട്രയൽ മേക്കപ്പിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അമീന അതിലും സുന്ദരിയാക്കാനായിട്ട് പറ്റും. എന്നാലും എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രയൽ മേക്കപ്പ് ആണല്ലോ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന്. ആദ്യം ഞാൻ ഫൈനൽ ഫോട്ടോഷൂട്ട് ആകുകൊണ്ട് എൻ്റെ കല്യാണത്തിന് ഞാൻ ഉപയോഗിച്ച അതേ ഓർണമെൻറ്റ്സ് അമ്മിടയിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ട്രയൽ മേക്കപ്പും ചെയ്തത്. പക്ഷെ എനിക്ക് ദീപ ചേച്ചിയും അച്ചു ചേച്ചിയും അമ്മു ചേച്ചിയൊക്കെ ഒരു സജഷൻ തന്നു. ആ ഓർണമെൻറ്റ്സ് കുറച്ച് ലൈറ്റാണ്, കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമ്മു ചേച്ചിയുടെ അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും. അപ്പോൾ അമ്മു ചേച്ചിയുടെ അടുത്തുള്ള ഹെവി ആയിട്ടുള്ള ഒരു മാലയും കമ്മലും ഈ ഒരു നെറ്റിച്ചുട്ടിയൊക്കെ അമ്മു ചേച്ചി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ചേരുക എന്നുള്ളത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് ഉപയോഗിച്ച സാധനം തന്നെ ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ എൻഡ് റിസൾട്ട് അടിപൊളിയാവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. നമ്മളങ്ങനെ റായ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ നിന്ന് എനിക്കൊരു 2 സ്റ്റോപ്പേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കും. അമ്മി ഓൾറെഡി റോക്കിന് എത്താനായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അമ്മീനെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു 4 ഇരട്ടി ഹെവിയാണ് കേട്ടോ.
എൻ്റെ പുറത്ത് കിടക്കുന്ന ഈ ബാണ്ടക്കെട്ടുകൾ ഷോൾഡറിലൊക്കെ ഉണ്ട്. വിഷ്ണു ഇവിടെ റായി ആക്കി തന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം 2 സ്റ്റോപ്പേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റോപ്പ് ദ പൈപ്പ്, രണ്ടാമത്തെ ഫ്രൈസൽ റാഹത്ത്. എനിക്ക് തോന്നുന്നു പ്രൊണൗൺസിയേഷനൊക്കെ ശരിയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ റോക്കിനിൽ പോയി ഇറങ്ങിയാൽ നടക്കുള്ള ദൂരമല്ലേ. അങ്ങനെ നമ്മളിവിടെ റോക്കിന് എത്തിക്കുകയാണ് കേട്ടോ. അമ്മി ഇവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അമ്മീനെയും കൂട്ടിയിട്ട് പോവാം. ഇതാണ് ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മിയുടെ സൗന്ദര്യമൊക്കെ ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞായിരുന്നു. പോവാം. ഇന്ന് നമ്മൾ ഓൺ ടൈമാണ് കേട്ടോ. നേരത്തെ എത്തിയായിരുന്നു. ഞാൻ 12:45 1 മണിയുടെ ഇടയിൽ എത്താൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവളൊരു 12:30. ഞാനൊരു 12:55 ഒക്കെ ഉണ്ടാവും അല്ലേ. എന്തായാലും നമ്മൾ 1:15 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കുക. ആ സമയമാകുമ്പോൾ നമ്മളവിടെ എത്തും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓടിയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നപ്പോക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും 1:15 എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കൊടുന്ന കാര്യങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ഓരോ കാര്യം എടുക്കാൻ വേണ്ടി ബാഗിലോട്ട് പോകുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ആകെ ഒരു 90 മിനിറ്റ്സേ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കളയാനില്ല. 1:15 മുതൽ 2 മണി വരെ നമുക്ക് മോഡലിൻ്റെ സ്കിൻ പ്രപ്പ് ചെയ്യാനും അതിൻ്റെ ഒപ്പം നമുക്ക് ഹെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമാണ്. നമുക്കിങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിലെല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഫൈനൽ എക്സാം ആയി വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ എല്ലാ പ്രൊഡക്ട്സും വേണം. സ്കൂൾ പ്രൊഡക്ട്സ് ഒന്നും തന്നെ അവർ തരില്ല ഫൈനൽ എക്സാമിന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്ത് ലുക്കാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോണേ, അതിൻ്റെ ഒപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ലുക്ക് ഞാൻ സെലക്ട് ചെയ്തതെന്നുള്ളതും കൂടെ പറയാം കേട്ടോ. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സസും അതിൻ്റെ ഒപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഫോട്ടോഷൂട്ട് ഉണ്ടാകുമ്പോഴും ഒക്കെ ചെറിയ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവിടെ കൂടുതൽ ഭയങ്കര ഫാഷൻ ഷോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സെഷനിൽ തന്നെ അവർ കൂടുതൽ ഡച്ച് ബ്രൈഡിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രൈഡിൻ്റെ ഒരു മേക്കപ്പ് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ കാര്യമായിട്ടുള്ള ക്ലാസ്സസ് ഒന്നും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ കുറേ ക്ലാസ്സസ്സാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്, ഓരോരോ തീമിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്തവണ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബ്രൈഡ് ലുക്കാണ് കേട്ടോ. ആഗ്രഹം കാരണം സെലക്ട് ചെയ്ത ഒരു ലുക്കായിരുന്നു. ഒരു തവണയെങ്കിലും ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇന്ത്യൻ മേക്കപ്പ് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം സെലക്ട് ചെയ്തതായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ അവർ തീരെ ഹെയർ സ്റ്റൈൽസിൻ്റെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റർ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യണം. ഇത് ബാച്ചിലേഴ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചറുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു ഇന്ത്യൻ ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോണേ, എന്നെ ഹെയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അവർ ഓക്കെ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ടൈം കുറവ് കാരണം അവർക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം അവർ ഹെയർ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടാക്കിയ സമയമായിരുന്നു കേട്ടോ അത്. കാരണം ഫേസ് മേക്കപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഹെയറും കൂടെ നല്ല പെർഫെക്റ്റായി കിട്ടിയാലാണല്ലോ നമുക്കൊരു ഫൈനൽ ലുക്ക് നന്നായിട്ട് വരുള്ളൂ. പക്ഷേ ഹെയർ ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇന്നത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിങ്ങനെ ഒരു സ്പെസിഫിക് ബ്രൈഡ് ലുക്ക് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒപ്പം ആരാണോ മോഡലായിട്ട് ജോയിൻ ചെയ്യുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റൈൽ ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മി എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മി ഭയങ്കര കംഫർട്ടബിൾ ആവുന്ന ഒരു ലുക്ക് അമ്മീനായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ട്രയൽ മേക്കപ്പ് കഴിഞ്ഞ്, ട്രയൽ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ക്ലാസ്സിന് അമ്മി എൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ട്രയലായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഫൈനൽ നമ്മുടെ ഫോട്ടോഷൂട്ടിന് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മീനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അമ്മി 100% നമ്മുടെ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ പ്രയോറിറ്റി. പിന്നെ ഈ ഒരു മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളുണ്ട് എനിക്ക് ഈ ഒരു ലുക്ക് ചൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഒന്ന്, എനിക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും എൻ്റെ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. കാരണം അവർക്ക് വലിയൊരു ഐഡിയ ഉള്ളൊരു കാര്യമല്ല ഒരു ഇന്ത്യൻ ബ്രൈഡ് എന്ന് പറയുമ്പോൾ. പിന്നെ 2, ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഈ ഒരു 90 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രൈഡ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഞാനൊന്ന് ചെറുതായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മേക്കപ്പിൻ്റെ സമയത്ത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഒരു ലുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് വന്നപ്പോൾ ഒരു ഹെവി ബ്രൈഡൽ മേക്കപ്പിന് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു മെഹന്തി ലുക്കൊക്കെ അല്ലെങ്കിൽ ഒരു കല്യാണത്തലേന്ന് ലുക്കൊക്കെ പിടിക്കുകയാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്ന് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഫൈനലി നമ്മൾ അമീന മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. ഇപ്പം മില വന്നിരിക്കുകയാണ്, മില ചെക്ക് ചെയ്യാണ് ബേസിക്കായിട്ട് വേറെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത്. എന്നോട് ലിപ് ഷെയ്ഡ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്യാനും അതിൻ്റെ ഒപ്പം ലൈനിങ് ഒന്നും കൂടെ സ്ട്രോങ്ങർ ആക്കാനും വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ 2 മാറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് മൊത്തം 15 പേരാണ് ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, നമ്മുടെ ഈ ഒരു ബാച്ചിൽ. അപ്പോൾ ഞാൻ കുറച്ചധികം ടൈം എടുത്തതുകൊണ്ട് എനിക്ക് 12ാമത്തെ പൊസിഷനായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതേ അമീനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ചേരുത്തി നമ്മളിനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഒരു 20-25 ഫോട്ടോസ് അവരെടുക്കും. അതിൽ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ അമി അത്യാവശ്യം നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ ആണ് അമിയുടെ ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം മില അമ്മയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ലുക്കിന്, സിഗ്നേച്ചർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ സിഗ്നേച്ചർ സ്റ്റൈലല്ല, എൻ്റെ ഒരു ആഗ്രഹമുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ എൻ്റെ ഒപ്പമുള്ള വേറെ കുട്ടികൾ ചെയ്ത കുറച്ച് മേക്കപ്പും കൂടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഈ പറഞ്ഞതുപോലെ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലുമൊക്കെ ലുക്ക് എടുത്തിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. എനിക്കിന്ന് ഈ ഒരു മേക്കപ്പ് കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും 90 മിനിറ്റ്സിൽ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്ത് അടിപൊളിയായിട്ടാണ് അവരുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ലുക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അവരിന്ന് ചെയ്യുന്നുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ലുക്കിന് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്തത്. അമ്മിയുടെ ഹെയർ സ്റ്റൈല് എനിക്കും അമ്മിക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ എങ്ങനെയോ ആ ഒരു രൂപത്തിലാക്കി എടുത്തതാണ്. അപ്പോൾ അതിനിയും ഒരുപാട് ബെറ്റർ ആക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു ലുക്കെന്ന് ഈ ഒരു ലുക്കായിരുന്നു കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ മേക്കപ്പ് ഇടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് മേക്കപ്പ് റിമൂവറൊക്കെ വെച്ച് ഫേസിന് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത്. മേക്കപ്പ് വെച്ച് നമ്മളൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ, അതായത് കുറച്ച് നേരം സ്കിന്നിൽ നിന്നാൽ നമുക്ക് സ്കിന്നിൽ ഡ്രൈനെസ്സോ അല്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസൊക്കെ നല്ലോണം കൂടുതലാണ്. അപ്പോൾ എന്തായാലും അമ്മിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അമ്മിയുടെ ഓർണമെൻറ്റ്സും അതേപോലെ തന്നെ ഫേസിലെ മേക്കപ്പും എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇതെല്ലാം പ്രോപ്പറായി പാക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് ബുധനാഴ്ച വീണ്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഫോട്ടോഷൂട്ടും കൂടെ ഉണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് ബ്രഷസും നമ്മുടെ പ്രൊഡക്ട്സും എല്ലാം ഇന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കും കൂടെ വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ നിന്നപ്പോഴേ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഓൾറെഡി ഇഷ്യൂ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര ബാക്ക് കിടന്നിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നമ്മൾ ഇന്ത്യൻ ലുക്ക് ചെയ്തപ്പോഴേ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ ആഗ്രഹം കാരണം ഞാൻ ചെയ്തതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പാനിക് സ്റ്റേജിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ടൈം പ്രഷർ ഭയങ്കര 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഹെയർ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഹെയറും ഒക്കെ കൂടി വന്നപ്പം അതെ ഇടയ്ക്കൊന്ന് ടെൻഷനായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല കോംപ്ലിമെന്റ്സ് അമ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മി ഞാൻ പറഞ്ഞതുപോലെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്മി ഓൾറെഡി സുന്ദരി ആയതുകൊണ്ട് എനിക്കധികം സുന്ദരിയാക്കേണ്ടി വന്നില്ല, വൃത്തിയാക്കിയെങ്കിലേ ഉള്ളൂ. എൻ്റെ ആ ലുക്കും ഈ ലുക്കും കണ്ടിട്ട് നിങ്ങൾ എന്തോരം ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിനി അമ്മിയുടെ വീട്ടിലേക്ക്, ഞാൻ പ്രദുവിൻ്റെ വീട്ടിലേക്ക് പോകണം. കാരണം ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് വിഷ്ണു അവിടെ പോയിട്ട് പ്രദുവിൻ്റെ ഒപ്പം ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ ക്രിക്കറ്റ് ഉണ്ട്. എനിക്ക് വീട്ടിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു രസമില്ലാതെ. അപ്പോൾ ഞാൻ ആംസ്റ്റർഡാം പോകാമെന്ന് വിചാരിച്ചു അമ്മിയുടെ ഒപ്പം. റോക്കിൽ നിന്നാണ് കേട്ടോ നമുക്ക് മെട്രോ എടുക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മി പറയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള സ്റ്റേഷൻ റോക്കിനായിരിക്കും വീഡിയോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെയധികം നോക്കി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായത് കാരണം നമ്മളിപ്പോൾ സൗദിക്ക് പോകണ്ടേ നമ്മൾ വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് നൂർദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. എന്തായാലും നൂർദ് കാണാനായി. ഞാൻ നല്ല സ്ഥലം ആദ്യം വരേണ്ടതായിരുന്നു. ഇതിലാണ് നമുക്ക് പോണ്ട. ഫാസ്റ്റ് ഫോർവേഡ് ആയതുകൊണ്ട് 2 സ്റ്റെപ്പ് കടന്നു പോയിട്ടാണ് കേറി. എനിക്ക് താഴത്തല്ല എന്നുള്ളത് ഇവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു സുന്ദരി ഉണ്ടായിരുന്നു കേട്ടോ. സുന്ദരിയുടെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. മെട്രോയ്ക്ക് ശേഷം നമുക്കൊരു ട്രാമും കൂടെ എടുക്കാനുണ്ട്. ട്രാം എടുത്ത് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് 2 സ്റ്റോപ്പ് അപ്പുറമാണ് അമ്മിക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അമ്മിക്ക് വേണ്ടി വാങ്ങിയ റോസസ് ആയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ശരിയല്ലല്ലോ, അതുകൊണ്ട് അമ്മിക്ക് തന്നെ ഞാൻ അത് കൊടുത്തു. അങ്ങനെ അമ്മിക്ക് ഇവിടുന്ന് ഒരു 2 സ്റ്റോപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പുറം. അപ്പോൾ അമ്മി അവിടെ പോയി ഇറങ്ങും. ഞാനിവിടെ ഇറങ്ങി പ്രദുവിനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രദുവിൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ വിഷ്ണു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ വിഷ്ണുവിനെ ഇറങ്ങിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവിന് കുറച്ച് സാറ്റർഡേസ് ആണ് വിഷ്ണുവിൻ്റെ
ഒരു മീ ടൈം, വിഷ്ണുവിൻ്റെ ഒരു നീണ്ട കുളി. അത് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വിഷ്ണു എപ്പോഴും പറയും ടൈം കിട്ടുന്നില്ല കുളിക്കാൻ എന്നൊക്കെ. അപ്പോൾ ഒരു നീണ്ട കുളി, കുറച്ച് നേരം വെറുതെ ഇരിക്കലൊക്കെ വിഷ്ണു സാറ്റർഡേ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വിഷ്ണു ഇപ്പോൾ കാറിലാണ്, വരുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഇറച്ചിപ്പുട്ടുണ്ടാക്കാനൊരാഗ്രഹം, അതിന് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വിളിച്ച് ഒരു ജസ്റ്റ് ഹായ് ബൈ പറഞ്ഞ് വെച്ചു കേട്ടോ. 2 ഷോൾഡറിലും ഭയങ്കര കനം കൂടിയ ബാഗുകളാണ്. ഞാൻ രാവിലെ പറഞ്ഞില്ല, എനിക്ക് ചെറുതായിട്ടൊരു ബാക്കിന് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നില്ല അത്ര വലിയ ബാഗ് എടുത്ത് നടക്കാൻ. തൽക്കാലം നമുക്ക് ഇവിടെ പോയി കുറച്ച് നേരം മലന്ന് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി പ്രദൂൻ്റെ അവിടെ നിന്ന് കാണാം. വീട്ടിലെത്തി ഒന്ന് കടന്ന് ബാക്കിനൊക്കെ കുറച്ച് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാട്ടോ. പക്ഷേ ഈ ഒരു ലിഫ്റ്റും ഈ ഒരു മിററും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വീട്ടിൽ വന്നു. ബീഫും ചിക്കനും വിഷ്ണു വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതു എല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി തരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റോസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇറച്ചിപ്പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തൊട്ടാണ് ഒന്നും കൂടെ കഴിക്കാനുള്ളൊരു കൊതി വന്നത്. അപ്പോൾ റോസിനെ വിളിച്ചിട്ട് ഞാൻ റെസിപ്പീസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്നത്. പ്രതുവിൻ്റെ ഈ ഒരു ഷർട്ട് നല്ല രസമല്ലേ, പ്രതുവിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് പ്രതുവിന്. ഞാൻ ഒരു ദിവസം ഒന്ന് കടം ചോദിച്ചിട്ടുണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടായിരിക്കും ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് അത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഞാനിവിടെ 2 ഇറച്ചിപ്പുട്ട്, ഇറച്ചിയുടെ ബീഫ് അല്ലേ, അപ്പോൾ ഒരു ചിക്കൻ പുട്ടും ഒരു ഇറച്ചിപ്പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാൻ റോസിന്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ റോസിന്റെ അവിടെ ഞാൻ സംസാരിച്ചു, അതിലും ഒക്കെ സംസാരിക്കുള്ളൂ. റോസിന്റെ അവിടെ പോയപ്പോൾ റോസ് ചിക്കൻ പുട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇവർക്കൊക്കെ ബീഫാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചിക്കൻ പുട്ടും ഇവർക്കൊക്കെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കലാപരിപാടി തുടങ്ങിയത്. ഇവിടെ ഞാൻ ഐറ്റംസ് എല്ലാം പീഷാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് നോക്കേണ്ടി വരും ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുറച്ചിങ്ങനെ വരട്ടി എടുക്കണം. പക്ഷെ കുറച്ചൊരു ഗ്രേവി വേണം ഇങ്ങനെ പുട്ടിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പരുവത്തിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗീതു അവസാനം അടുക്കളയിൽ കയറിയിട്ടുണ്ട് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട്. ക്ഷീണിച്ചല്ലോ ഗീതു. എനിക്ക് എന്റെ റൂൾസ് ഉണ്ട്, ഞാൻ തീരുമാനിക്കും. വിഷ്ണു, കോള ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. കുടിച്ചതിനകത്ത് ഏറ്റിച്ചോ? എനിക്കിങ്ങനെ ഷീട്ട് കളി, ഉനോ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ കളി ഞാൻ കൊളാക്കി. എന്നിട്ട് അപ്പോഴൊക്കെ ഞാൻ പുട്ട് റെഡിയാക്കി. നമ്മുടെ ഇറച്ചിപ്പുട്ട് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് കുറച്ചും കൂടെ നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ളതിലാണ് കേട്ടോ കുറച്ചും കൂടെ വൃത്തിക്ക് റെഡിയായി വന്നത്. മറ്റേത് കുറച്ച് പൊട്ടി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒപ്പം ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച്. നല്ല സൺ സെറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചൊരു വ്ളോഗാണ്, എൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ തീരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.